പ്രത്യേകത ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ അമ്മേനെ വെച്ചിട്ടാവാം. ഇന്ന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ 12 മണിക്കല്ല ഞാനും അനിയത്തിയും അമ്മേനെ വിഷ് ചെയ്തിട്ടാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി അമ്മയുടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് റെഡിയായി നിൽക്കാണ്. ഞാൻ അധികം റൂട്ടീഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ സമയമൊന്നും എടുത്തില്ല. പക്ഷെ അമ്മ എന്ന മെയിൻ ക്യാരക്ടർ ആയതുകൊണ്ട് അധികം ഒരുങ്ങിയിട്ട് തന്നെയാണ് ഇറങ്ങി. പിന്നെ അമ്മയുടെ ഈ ഡ്രസ്സ് ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സ് മേടിച്ചോണ്ട് ചെല്ലുമ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും ആള് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. അല്ലെങ്കിലും ഈ ഇന്ത്യൻ മോംസ് ഇങ്ങനെയാണല്ലേ, ആദ്യം ഒന്നും പെട്ടെന്ന് സമ്മതിച്ച് തരില്ല. പിന്നെ അമ്മ സാധാരണ പിറന്നാളിനൊന്നും അമ്പലത്തിൽ പോവാത്തൊരു ടൈപ്പാണ്. ഓണം വന്നാലും വിഷു വന്നാലും ഒന്നും ആൾ അമ്പലത്തിൽ പോവില്ല. പക്ഷെ അമ്മയുടെ ഏതോ ഒരു ഫ്രണ്ട് ഇങ്ങനെ നിർബന്ധിച്ചപ്പോൾ നമുക്ക് എന്തോ ഇങ്ങനെ തോന്നി, അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല, എന്നിരുന്നാൽ പോലും ആൾക്ക് തോന്നണം. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ തോന്നി. അല്ല, ഞാനിത് എന്തൊക്കെയാണല്ലോ ഈ പറയണത്. എന്തൊക്കെ വന്നാലും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെ നമുക്കൊരു ആഗ്രഹം, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ വേണ്ടിയിട്ട്. അത് എല്ലാവർക്കും ഉള്ളതാണല്ലോ. അത് കാരണം ഞാൻ നമുക്ക് 2 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പിടിച്ചപ്പോൾ അമ്മ വിചാരിച്ച് സെൽഫി എടുക്കാണെന്ന് പാവം. അങ്ങനെ നമ്മൾ ശത്രുസംഹാര പൂജയും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് അതിന്റെ പ്രസാദമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ എല്ലാവരും നമുക്കൊന്ന് വിഷ് ചെയ്തേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.